എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം വികാരഭരിതനായി പൊട്ടിക്കരഞ്ഞ് ഇഷാൻ കിഷൻ സാക്ഷാൽ MS ധോണിക്ക് ആ പുരസ്കാരം സമർപ്പിക്കുകയും അദ്ദേഹത്തിന്റെ കാൽ തൊട്ടു വണങ്ങുകയും ചെയ്തപ്പോൾ ക്രിക്കറ്റ് ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളും ഈറനണിഞ്ഞു. ഈ ഹൃദയസ്പർശിയായ നിമിഷത്തിനു പിന്നിലെ പൂർണ്ണമായ കഥയറിയാൻ ഈ വിവരണം അവസാനം വരെ വായിക്കുക. നിങ്ങളൊരു ഇഷാൻ കിഷൻ ആരാധകനാണെങ്കിൽ തീർച്ചയായും കമന്റുകളിൽ കിഷന്റെ ക്ലാസ് എന്ന് കുറിക്കാൻ മറക്കരുത്. ചെന്നൈ സൂപ്പർ കിങ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള ആവേശകരമായ മത്സരത്തിൽ സഞ്ജു സാംസണും ഹെൻറിച്ച് ക്ലാസനും തമ്മിൽ എല്ലാം അത്ര ശുഭകരമായിരുന്നില്ല. ഇരുവരും തമ്മിൽ മൈതാനത്ത് വെച്ച് വലിയൊരു വാക്കുതർക്കം നടന്നതായാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഇതിനെക്കുറിച്ച് ക്ലാസൻ തന്നെ ഇപ്പോൾ മനസ്സ് തുറന്നിരിക്കുകയാണ്. IPL 2026-ലെ 63-ാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ തീപാറുന്ന പോരാട്ടമാണ് നടന്നത്. ചെന്നൈ നായകൻ ഋതുരാജ് ഗേക്വാദ് ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. തുടക്കത്തിൽ തന്നെ സഞ്ജു സാംസൺ ചെന്നൈക്ക് സമ്മാനിച്ചത് ഒരു കൊടുങ്കാറ്റിന്റെ പ്രതീതിയായിരുന്നു. അതിവേഗം ബാറ്റിംഗ് ആരംഭിച്ച സഞ്ജു വെറും 13 പന്തുകളിൽ നിന്ന് 5 ഫോറുകളും ഒരു കൂറ്റൻ സിക്സറും ഉൾപ്പെടെ 27 റൺസ് അടിച്ചുകൂട്ടി. എന്നാൽ ഹൈദരാബാദ് ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് സഞ്ജുവിനെ പുറത്താക്കി ചെന്നൈക്ക് ആദ്യ പ്രഹരം നൽകി. തുടർന്നു വന്ന് ഉർവിൽ പട്ടേൽ 8 പന്തിൽ 2 സിക്സറുകൾ സഹിതം 13 റൺസ് എടുത്തെങ്കിലും സാക്കിബ് ഹുസൈൻ ആ വിക്കറ്റും വീഴ്ത്തി. ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദ് ഈ മത്സരത്തിൽ ഏറെ പണിപെടുന്നതാണ് കണ്ടത്. 21 പന്തുകൾ നേരിട്ട അദ്ദേഹത്തിന് നേടാനായത് വെറും 15 റൺസ് മാത്രം. ഇതോടെ മധ്യ ഓവറുകളിൽ ചെന്നൈയുടെ സ്കോറിംഗ് വേഗത കുത്തനെ കുറഞ്ഞു. പിന്നീട് കാർത്തിക് ശർമ്മയും ഡെവോൾ ബ്രെവിസും ചേർന്നാണ് ടീമിനെ തകർച്ചയിൽ നിന്നും കരകയറ്റിയത്. കാർത്തിക് 19 പന്തിൽ 3 ഫോറുകളും 2 സിക്സറുകളുമടക്കം 32 റൺസ് നേടിയപ്പോൾ ബ്രെവിസിന്റെ പ്രകടനം ഏറെ ശ്രദ്ധേയമായിരുന്നു. വെറും 27 പന്തിൽ നിന്ന് 44 റൺസ് നേടിയ അദ്ദേഹം ഹൈദരാബാദ് ബൌളർമാരെ കടുത്ത സമ്മർദ്ദത്തിലാക്കി. ശിവം ദുബെ 23 പന്തിൽ 26 റൺസ് നേടിയും അവസാന ഓവറുകളിൽ പ്രശാന്ത് വീർ 9 പന്തിൽ 11 റൺസ് നേടിയും ടീമിനെ ഭേദപ്പെട്ട നിലയിലെത്തിച്ചു. 20 ഓവർ പൂർത്തിയായപ്പോൾ ചെന്നൈ 7 വിക്കറ്റ് നഷ്ടത്തിൽ 180 റൺസ് എന്ന മികച്ച സ്കോറിലെത്തി. ഹൈദരാബാദിനായി നായകൻ പാറ്റ് കമിൻസ് 4 ഓവറിൽ വെറും 28 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകൾ പിഴുതു. ഇഷാൻ മലിംഗയും സാക്കിബ് ഹുസൈനും 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. 181 റൺസ് വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഹൈദരാബാദിന്റെ തുടക്കം അതിഗംഭീരമായിരുന്നു. മുകേഷ് ചൌധരിക്കെതിരെ മികച്ച ബൗണ്ടറികൾ പായിച്ച് അഭിഷേക് ശർമ്മ വരവറിയിച്ചു. എന്നാൽ ട്രാവിസ് ഹെഡിന് അധികം നേരം പിടിച്ചു നിൽക്കാനായില്ല. മുകേഷ് ചൌധരി ഹെഡിനെ വെറും 6 റൺസിന് പുറത്താക്കി ചെന്നൈക്ക് ആദ്യ ബ്രേക്ക് ത്രൂ നൽകി. പിന്നീട് ക്രീസിലെത്തിയ ഇഷാൻ കിഷൻ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ചേർന്ന് ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയി. 19 പന്തിൽ 26 റൺസ് എടുത്ത അഭിഷേകിനെ അക്കീൽ ഹുസൈൻ മടക്കി അയച്ചു. തുടർന്ന് ക്രീസിലെത്തിയ ഹെൻറിച്ച് ക്ലാസൻ മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. സ്പിന്നർമാരെ നിർദ്ദയം പ്രഹരിച്ച അദ്ദേഹം മൈതാനത്ത് ബൗണ്ടറികളുടെ പെരുമഴ തന്നെ സൃഷ്ടിച്ചു. വെറും 26 പന്തിൽ നിന്നാണ് ക്ലാസൻ 47 റൺസ് അടിച്ചുകൂട്ടിയത്. എന്നാൽ നൂർ അഹമ്മദിന്റെ തകർപ്പൻ പന്തിൽ വിക്കറ്റിനു പിന്നിൽ സഞ്ജു സാംസന്റെ മിന്നൽ വേഗത്തിലുള്ള സ്റ്റംപിങ്ങിലൂടെ ക്ലാസൻ പുറത്തായത് മത്സരത്തിൽ ചെന്നൈക്ക് വീണ്ടും പ്രതീക്ഷകൾ നൽകി. മറുവശത്ത് ഒരറ്റം കാത്തുസൂക്ഷിച്ച ഇഷാൻ കിഷൻ തുടക്കത്തിൽ ശ്രദ്ധയോടെ കളിച്ചെങ്കിലും പിന്നീട് തന്റെ വിശ്വരൂപം പുറത്തെടുത്തു. സമ്മർദ്ദഘട്ടങ്ങളെ അതിജീവിച്ച് 49 പന്തിൽ 70 റൺസ് എന്ന മാസ്മരികം ഇന്നിംഗ്സാണ് ഇഷാൻ കാഴ്ചവെച്ചത്. ഇതിൽ നിരവധി ഫോറുകളും 3 പടുകൂറ്റൻ സിക്സറുകളും ഉൾപ്പെടുന്നു. അവസാന നിമിഷങ്ങളിൽ വെറും 5 പന്തിൽ 10 റൺസ് നേടിയ സലിൽ അറോറ ഹൈദരാബാദിന്റെ വിജയം ഉറപ്പാക്കി. 19 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 181 റൺസ് എന്ന ലക്ഷ്യം മറികടന്ന് ഹൈദരാബാദ് തകർപ്പൻ വിജയം സ്വന്തമാക്കി. ചെന്നൈക്കായി മുകേഷ് ചൌധരി 2 വിക്കറ്റും നൂർ അഹമ്മദ് 1 വിക്കറ്റും വീഴ്ത്തി. ഈ മഹാവിജയത്തിന്റെ യഥാർത്ഥ ഹീറോ മറ്റാരുമായിരുന്നില്ല, സമ്മർദ്ദങ്ങളെ കാറ്റിൽ പറത്തി അർദ്ധ സെഞ്ചുറി നേടിയ ഇഷാൻ കിഷൻ തന്നെയായിരുന്നു. ചെന്നൈ ബൌളർമാരെ പൂർണ്ണമായും ബാക്ക് ഫൂട്ടിലാക്കിയ ആ ഇന്നിംഗ്സ് ആരാധകർക്ക് ഒരു വിരുന്നായി മാറി. മത്സരം ജയിച്ചുടനെ ഹൈദരാബാദ് ഡഗൌട്ട് ആവേശത്തിമർപ്പിലായിരുന്നു. സഹതാരങ്ങൾ ഓടിയെത്തി ഇഷാനെ കെട്ടിപ്പിടിച്ചു. കാരണം ഈ വിജയം പ്ലേ ഓഫിലേക്കുള്ള അവരുടെ വലിയൊരു ചുവടുവയ്പായിരുന്നു. എന്നാൽ യഥാർത്ഥ വികാര നിമിഷങ്ങൾ അരങ്ങേറിയത് പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ ചടങ്ങിലായിരുന്നു. മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേദിയിലെത്തിയ ഇഷാൻ കിഷന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ നിമിഷത്തിന്റെ തീവ്രതയിൽ കുറച്ചുനേരം അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. സ്റ്റേഡിയം മുഴുവൻ നിലയ്ക്കാത്ത കരഘോഷം മുഴക്കി. അല്പനേരത്തിനു ശേഷം സ്വയം നിയന്ത്രിച്ച ഇഷാൻ ചെയ്ത പ്രവൃത്തി എല്ലാവരുടെയും ഹൃദയം കീഴടക്കുന്നതായിരുന്നു. അദ്ദേഹം നേരെ പോയത് MS ധോണിയുടെ അടുത്താണ്. തന്റെ പുരസ്കാരം ആ ഇതിഹാസത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇഷാൻ ആദരവോടെ ധോണിയുടെ കാൽ തൊട്ട് വണങ്ങി. മൈതാനത്തെ ഇരു ടീമിലെയും കളിക്കാരും ആയിരക്കണക്കിന് ആരാധകരും ആ കാഴ്ച കണ്ട് വിതുമ്പിപ്പോയി. നിമിഷങ്ങൾക്കകം ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. പിന്നീട് MS ധോണിയെക്കുറിച്ച് ഇഷാൻ പറഞ്ഞ വാക്കുകൾ കോടിക്കണക്കിന് ആരാധകരുടെ കണ്ണ് നനയിച്ചു. എന്റെ ടീമിന്റെ വിജയത്തിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എന്നാൽ സത്യം പറഞ്ഞാൽ ചെന്നൈയുടെ തോൽവി എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു. ധോണി സാറിന്റെ ടീം പ്ലേ ഓഫിൽ നിന്ന് പുറത്താകാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ മൈതാനത്ത് നന്നായി കളിക്കുന്നവർക്കേ വിജയിക്കാൻ കഴിയുള്ളൂ. എന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്റെ ടീമിന് വേണ്ടി മാത്രമേ കളിക്കാൻ കഴിയുള്ളൂ.
ഇഷാൻ തുടർന്നു. ചെന്നൈ പ്ലേ ഓഫിലെത്തിയാൽ ധോണി സാർ തീർച്ചയായും കളിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. മാഹി ഭായ് പോലുള്ള കളിക്കാർ ക്രിക്കറ്റിന് അത്യന്താപേക്ഷിതമാണ്. ഞങ്ങളെപ്പോലുള്ള യുവതാരങ്ങളെ അദ്ദേഹം എപ്പോഴും പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. ഞാൻ ഇന്ന് നിന്ന് ഈ രീതിയിൽ കളിച്ചുവെങ്കിൽ അതിന് കാരണം ധോണി സാറാണ്. മത്സരത്തെ എങ്ങനെ അവസാനം വരെ കൊണ്ടുപോകണമെന്നും സമ്മർദ്ദത്തിൽ എങ്ങനെ ശാന്തനായിരിക്കണമെന്നും കൃത്യസമയത്ത് എങ്ങനെ ശരിയായ തീരുമാനമെടുക്കണമെന്നും അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പുഞ്ചിരിച്ചുകൊണ്ട് ഇഷാൻ കിഷൻ തന്റെ വാക്കുകൾ ഇങ്ങനെ അവസാനിപ്പിച്ചു. ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫിലെത്താൻ എന്തെങ്കിലും സാധ്യതകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനായി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കും. കാരണം ക്രിക്കറ്റ് ആരാധകർക്ക് ധോണി സാറിനെ പ്ലേ ഓഫിൽ കാണണം. സത്യം പറഞ്ഞാൽ ഞാനും അതാണ് ആഗ്രഹിക്കുന്നത്. ഇഷാൻ കിഷന്റെ ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. ക്രിക്കറ്റിനെ ഒരു ജെന്റിൽമാൻ ഗെയിം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നുവെന്ന് ആരാധകരൊന്നടങ്കം പറയുന്നു. ഒരു വശത്ത് തന്റെ ടീമിന് വിജയം സമ്മാനിച്ചു, മറുവശത്ത് എതിർ ടീമിനോടും MS ധോണിയോടുമുള്ള ബഹുമാനം പ്രകടിപ്പിച്ച് കോടിക്കണക്കിന് ഹൃദയങ്ങൾ അദ്ദേഹം കീഴടക്കി. മൈതാനത്ത് എത്ര വലിയ ശത്രുതയുണ്ടായാലും ധോണി എന്ന ഇതിഹാസത്തോട് കളിക്കാർക്കുള്ള ആദരവ് എപ്പോഴും സവിശേഷമായിരിക്കുമെന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. ഇഷാൻ കിഷൻ തന്റെ ബാറ്റ് കൊണ്ട് മാത്രമല്ല തന്റെ പെരുമാറ്റം കൊണ്ടും അക്ഷരാർത്ഥത്തിൽ ഈ മത്സരം ജയിച്ചു കഴിഞ്ഞു. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.